നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മളാണെന്ന് പോലും നമ്മൾ വിചാരിച്ചിരുന്ന ഏറെ അടുത്ത സുഹൃത്തുക്കൾ നമുക്കുണ്ടാകും. വിരലിൽ ഉണ്ടാവുന്നവർ മാത്രമാണെങ്കിലും എപ്പോഴും ഒരാൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. നിമിഷ നേരം കൊണ്ട് നമ്മുടെ കൺമുന്നിൽ വെച്ച് അവരങ്ങനെ അപ്രത്യക്ഷമായി പോയാലോ, ഒരിക്കൽ പോലും തിരിച്ചു വരാത്ത രീതിയിൽ അവരങ്ങനെ അപ്രത്യക്ഷമായി പോയാൽ കണ്ടു നിന്നവർ അല്ലെങ്കിൽ ആ സുഹൃത്ത് അങ്ങ് സ്തംഭനാവസ്ഥയിലായി പോകും. പിന്നീട് ഈ ലോകത്ത് ജീവിക്കണമെന്ന് പോലും തോന്നാത്ത വിധത്തിലുള്ള ഒരു പോംവഴി ചിലപ്പോൾ തിരഞ്ഞെടുക്കും. അത് പക്ഷെ തെറ്റായ പോംവഴിയാണ് എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ചില സാഹചര്യങ്ങൾ നമ്മെ അതിലേക്ക് നയിക്കുകയും ചെയ്യും. അതേ സംഭവ വികാസമാണ് ഇവിടെ കാട്ടാക്കടയിൽ നടന്നിരിക്കുന്നത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടാക്കട കുളത്തുമൽ താമസിക്കുന്ന സാമുവൽ ലളിത ദമ്പതികളുടെ മകളായ അഭിയ എൽസാം എന്ന 15 വയസ്സുകാരിയാണ് ദാരുണമായി മരിച്ചത്. കുളത്തുമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഭിയയെ ഇന്നലെ രാവിലെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. കുറെ സമയമായിട്ടും കാണാത്തതിനെ തുടർന്ന് അമ്മ അന്വേഷിച്ചപ്പോഴാണ് മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. മരിച്ച അഭിയയുടെ കൂട്ടുകാരി തീർത്ത 1.5 മാസം മുൻപ് ജീവനൊടുക്കിയിരുന്നു. ഈ സംഭവത്തിൽ അഭിയ വളരെ ദുഃഖത്തിലായിരുന്നുവെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഇതിനെ തുടർന്നുണ്ടായ മാനസിക പ്രയാസത്തെ തുടർന്നായിരിക്കാം ജീവനൊടുക്കിയത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഇത്തരത്തിൽ സ്വന്തം കൂട്ടുകാരി ഇങ്ങനെ തൂങ്ങി മരിച്ചു എന്നത് താങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള വേദനയാണ് ഈ കൂട്ടുകാരിയും പോകാൻ കാരണമെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഇവിടെ ദുരൂഹത, നമ്മുടെ ഈ നാട് വല്ലാതെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ് നാട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, നല്ല രീതിയിലും മോശം രീതിയിലും. അതുകൊണ്ട് തന്നെ ഈ 2 മരണത്തിനും ഏതെങ്കിലും തരത്തിലുള്ള ലിങ്ക് ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് തീർച്ചയായിട്ടും പോലീസ് സംഘം അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം നിലവിൽ ആ കുട്ടി എന്തിനാണ്, അതായത് 1 മാസം മുന്നേ 1.5 മാസം മുൻപ് ആ കുട്ടി എന്തിനാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച് ഇത്തരം കടുങ്കൈ ചെയ്തതും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്തിനാണ് ഇത്തരത്തിൽ കടുങ്കൈ ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ മരണത്തിൽ എന്തെങ്കിലും ആരെങ്കിലും ഈ കുട്ടിയെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചോ അല്ലെങ്കിൽ കുട്ടിയെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അത് സഹിക്ക വയ്യാതെയാണോ ഈ കുട്ടി മരണമടഞ്ഞത് എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി പോലീസ് സംഘം കണ്ടുപിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിന് ഉള്ളിലേക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള കുട്ടികളുടെ മരണം നമ്മുടെ നാട്ടിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമ്മൾ പറഞ്ഞു. കാരണം പല സിനിമകളിലും സിനിമയേക്കാൾ വെല്ലുന്ന പല ജീവിതങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പലതും നിസ്സാരമായി തള്ളിക്കളയുന്നതായിരിക്കാം ഭാവിയിൽ ഒരു പക്ഷെ വലിയ പ്രശ്നമായി മാറുന്നത്. അതുകൊണ്ട് പോലീസ് സംഘം കൃത്യമായി അന്വേഷിക്കണമെന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും ആവശ്യം.